പ്രാവക്കാറാവോ? വയ്യെങ്കിൽ പൈസ തന്നാലും മതി. എന്തെങ്കിലും എന്തായാലും കുഴപ്പമില്ല അല്ലേ? ദേ, ഒരു 20 ലക്ഷം രൂപയുണ്ട്. ഇത് നിങ്ങൾ വാങ്ങണം. ഇതൊരു ഔദാര്യമായിട്ട് കാണണ്ട. പ്ലീസ് വാങ്ങണം. മര്യാദയ്ക്ക് വാങ്ങാൻ കൊല്ലു ഞാൻ. ഇല്ല സാറേ, ഞങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റില്ല സാറേ. വിശക്കുമ്പോൾ എന്തെങ്കിലും കഴിക്കണം, ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, അത്രയൊക്കെ ഞങ്ങൾക്കുള്ളൂ. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പെടാപടക്ക് വിട്ടതേ. പിന്നെ പണ്ട് പോലീസുകാർ ഇടിച്ച് തകർത്തോണ്ട് പണിയെടുത്ത് ജീവിക്കാൻ പറ്റൂല, മേലിറങ്ങുമ്പോൾ വേദനയാ. അതാ ഇങ്ങനെ പണം കിട്ടും. ഞാനൊരു സത്യം പറയട്ടെ, ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല മനുഷ്യരാ നിങ്ങൾ. ശരിക്കും സംഭവിച്ചെന്താണെന്നറിയോ? എൻ്റെ കൂടെപ്പിറപ്പാണ് എന്നെ ചതിച്ചത്. നടന്നത് ഞാൻ പറയാം. ഇപ്പൊ ഗവൺമെന്റ് ഒരു സ്കീമുണ്ടല്ലോ, അഗ്നിവീർ എന്ന് പറഞ്ഞിട്ട്, ചെറുപ്പക്കാരെ RBയിൽ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സ്കീമാട്ടോ. അതിൻ്റെ ഒരു ഏജൻസി തുടങ്ങി. ആര്? എൻ്റെ സ്വന്തം അനിയൻ. അതിന് അവൻ മുന്നിൽ നിർത്തിയതേ ദേ ഇവളെ, എൻ്റെ വൈഫിന്. അവനും എൻ്റെ അമ്മായിപ്പനും കൂടി നാട്ടുകാരുടെ നിന്ന് കോടികളാണ് കളക്ട് ചെയ്തത്. അവസാനം കാര്യങ്ങൾ പ്രശ്നമായെന്ന് കണ്ടപ്പോൾ എൻ്റെ വൈഫിനെയും മോനെയും കൊല്ലാൻ അവർ തീരുമാനിച്ചു. എന്നെ കള്ളക്കേസിൽ ജയിലും ആക്കി. മട്ടണോ ചോദിച്ചവിടെ? ചോദിക്കടാ, ചോദിക്ക്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങളാട്ടോ. അപ്പൊ ഈ തരുണാരാ സാറേ? ഹീസ് ലൈക്ക് എ ബ്രദർ ടു മീ. അയ്യോ, ആ ബ്രദർ അല്ല കേട്ടോ, പിന്നെ എൻ്റെ കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലേലും ഇവന് ഇച്ചിരി വർഗീയതയുള്ള. ഇത് നിങ്ങൾ വാങ്ങണം പ്ലീസ്. സാറേ, എനിക്കിത് ആവശ്യമൊക്കെ ഉണ്ട്, പണം ആവശ്യമില്ലാതെ അല്ല. പക്ഷെ ഈ സാധനം എങ്ങനെയാ മാറണ്ടേ, എങ്ങനെയാ കാശാക്കണ്ടേ എന്ന് അറിയത്തില്ല. അതാ എന്ത് ചെയ്യും? ആ കടലാസ് കിട്ടിയിട്ട് കുരങ്ങൻ്റെ കയ്യിൽ പൊതിക്കാൻ പറ്റാത്ത തേങ്ങ കിട്ടിയതുപോലെ ഇപ്പോൾ. സാർ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തന്നാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, വലിയ ഉപകാരം സാറേ. ഒരു തോള് കൂടി ഉണ്ട് സാർ. വേണ്ട ചേച്ചി.